ട്രസ്റ്റിൻ്റെ 4ാമത്തെ റീയൂണിയനാണ് ഇന്ന് നടക്കുന്നത്. ഇത്തവണത്തെ നമ്മുടെ റീയൂണിയൻ നമ്മുടെ സംഗമത്തിന് വളരെ ഒരു പ്രാധാന്യമുണ്ട്. നിങ്ങൾക്കത് അറിയാമായിരിക്കണം. നമ്മുടെ സഹപാഠി രാജുവച്ചൻ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുഖ്യ വികാരി ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാം അച്ഛനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമുക്ക് ഈ യോഗം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഈ യോഗം നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനാ ഗാനം ആരംഭിക്കുവാനായിട്ട് പ്രിയ ജേക്കബിനെ ക്ഷണിക്കുകയാണ്. അനുപമ സ്നേഹ ചൈതന്യമേ, മണ്ണിൽ പ്രകാശിച്ച ദീപമേ, ഞങ്ങളിൽ ദീപ്തി പകരണമേ ദൈവമേ. സ്നേഹസ്വരൂപ സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. സർവം ക്ഷമിക്കുന്നവൻ നീ, ഞങ്ങൾക്കു പ്രത്യാശയും നീ. സർവം ക്ഷമിക്കുന്നവൻ നീ, ഞങ്ങൾക്കു പ്രത്യാശയും നീ. വഴിയും സത്യവും ജീവനുമായി വന്നിടണമേ നാഥ, വന്നിടണമേ നാഥ. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. നിന്ദുവ്യ സ്നേഹം നോക്കരാ, ഒരു മനസ്സോടൊന്നു ചേരാ. നിന്ദുവ്യ സ്നേഹം നോക്കരാ, ഒരു മനസ്സോടൊന്നു ചേരാ. സുഖവും ദുഃഖവും പങ്കിടുവാനായി കൃപയേകണമേ നാഥ, കൃപയേകണമേ നാഥ. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. ഒരു നിമിഷം കൂടെ നമ്മുടെ എഴുന്നേറ്റ് നിൽക്കേണ്ടതായിട്ട് വരും. നമ്മുടെ സഹപാഠികളായിട്ടുള്ള റോയ് പോലിക്കൽ നമ്മുടെ കൂടെ പഠിച്ച ആളാണ്. പിന്നെ നമ്മുടെ അധ്യാപകനുണ്ടായിരുന്നു ഈസി വർഗീസ് സാറ്. പിന്നെ കുട്ടപ്പൻ സാറ്. അതുകൂടാതെ ലാലിച്ചൻ കാരക്കാട്. പിന്നെ നമ്മുടെ സഹപാഠികളുടെ മാതാപിതാക്കൾ പലരും ഈ വർഷം മരിച്ചുപോയവരുണ്ട്. ഇന്നാണെങ്കിൽ തന്നെ നമ്മുടെ കൂടെ പഠിച്ച അബുവിൻ്റെ ഫാദറിനടക്കമായിരുന്നു. നമ്മുടെ കാലായിലെ സുനിലിൻ്റെ മാതാവ് മരിച്ചതാണ്, അമ്മ മരിച്ചതാണ്. പിന്നെ ലാൽ നമ്മുടെ കൂട്ടാഴ്ച മകൻ. അങ്ങനെ നമുക്ക് ഒരു നിമിഷം കൂടെ എഴുന്നേറ്റ് നിന്ന് സബുനമ്മ പറഞ്ഞു നമ്മുടെ സഹപാഠികളെ, അവരുടെ മാതാപിതാക്കളെ, അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട രാജിവെച്ച രാജേഷ് പിള്ളൈ, ജെയിംസ് സാർ, എം എ മാത്യു സാറ്,
രാജു, നമ്മുടെ പ്രസിഡന്റ് ജോമോൻ മന്ത്ര സാറ്, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അവരുടെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഒരു 3 വർഷം മുമ്പ് നമ്മുടെ രാജുവച്ചൻ നമ്മുടെ മീഡിയ വില്ലേജിൽ വിളിച്ചു ചേർത്ത ഒരു യോഗത്തിലാണ് ഇതുപോലെ നമ്മുടെ ഒരു ഫോർമർ സ്റ്റുഡൻസ് അസോസിയേഷൻ ബീജാവാപം ചെയ്തത്. രാജുവച്ചൻ മുൻകൈയെടുത്ത് രാജുവച്ചൻ്റെ എല്ലാ നേതൃത്വത്തിലുമാണ് നമ്മളന്ന് ഇത് ഉണ്ടാവാൻ തന്നെ കാരണം. എല്ലാവർക്കും മനസ്സിലാഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അച്ഛൻ മുൻകൈ എടുത്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം സാധിച്ചത്. ഇപ്പം കഴിഞ്ഞ 2 ആനുവൽ മീറ്റിംഗ് നമ്മൾ നടത്തി. ഇത് നമ്മുടെ 3ാമത്തെ ആനുവൽ മീറ്റിംഗാണ്. അപ്പം ആളുകളൊക്കെ ഇടയ്ക്ക് ഓരോ ആവശ്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട്, കാരണം നമുക്കറിയാം ഈ ക്രിസ്മസ് അവധി കഴിഞ്ഞ ആളുകൾക്കൊക്കെ വളരെ അത്യാവശ്യമുള്ള ചില ഇത് വരുന്നുണ്ട്. അവരുടെ ഫസ്റ്റ് കസിൻസ് അങ്ങനെയുള്ള കേസുകളിലൊക്കെ കല്യാണവും എല്ലാവരും ഒരു കല്യാണവും ചടങ്ങുകളും ഒക്കെ ഇവിടെ നടത്തുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്കൊരു ശകലം ആൾ കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. എങ്കിലും നമ്മുടെ പ്രതീക്ഷിച്ച നമുക്ക് അത്യാവശ്യം വേണ്ട ആളുകൾ എത്തിയിട്ടുണ്ട്. കുറേ ആളുകൾ കൂടെ ഒക്കെ എത്തിയാൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ എത്താതിരിക്കുന്നതാണ്. അത് നമ്മളൊരു വലിയ ഒരു കുറവായിട്ട് കരുതുന്നില്ല. പിന്നെ നമുക്ക് ഈ വർഷത്തെ നമ്മളുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള രാജുവച്ചൻ നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു ഏറ്റവും ഉന്നതമായ ഒരു പദവിയിലേക്ക് വന്നു എന്നുള്ളതാണ് നമുക്കെല്ലാം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. സത്യത്തിൽ നമ്മുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് രാജുവച്ചൻ. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ചങ്ങനാശ്ശേരി അതിരൂപത എന്ന് പറയുന്നത് വിസ്തൃതിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ ഒരു വലിയ ഒരു അതിരൂപതയാണ്. കാരണം ഇതിൻ്റെ ജില്ലകൾ നിങ്ങൾക്കറിയാം: കോട്ടയം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, പിന്നെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ല, ഇതിലൊക്കെ പെടുന്ന ഒരു വലിയ ഏരിയയിലെ ഒരു 100-300-ൽ പരം ഇടവകകൾ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ്. നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക രംഗത്തും സമുദായിക രംഗത്തും ഒക്കെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോരുന്ന ഒരു തസ്തികയാണ്. അതായത് നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് രാജുവച്ചൻ. അപ്പോൾ അത് രാജുവച്ചനിൽ നിന്ന് നമ്മൾ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ന്യായമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. കാരണം അച്ഛൻ്റെ ഒരു പ്രവർത്തന മികവും അച്ഛൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളും സർവോപരി ദൈവത്തിൻ്റെ ഒരു നിയോഗം അല്ലെങ്കിൽ ദൈവനിശ്ചയം ആണ്. അപ്പോൾ അച്ഛനെ തീർച്ചയായിട്ടും നമുക്ക് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം. ഇതൊക്കെ ആയതുകൊണ്ട് മാത്രമല്ല നമുക്ക് സന്തോഷം കിട്ടുന്നത്. കാരണം നമ്മളോട് ഇത്രയധികം സ്നേഹവും കരുതലും കാണിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് നമ്മളതിൽ കൂടുതൽ സന്തോഷിക്കുന്നത്. അപ്പം ഏറ്റവും സ്നേഹത്തോടു കൂടി നമ്മളുടെ ഏത് ചെറിയ പരിപാടിക്കും അച്ഛനെ വിളിച്ചാൽ അച്ഛൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എത്താറുണ്ട്. നമ്മുടെ ഈ പരിപാടിയിൽ നമ്മുടെ അധ്യക്ഷനും നമ്മുടെ അച്ഛനാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഫാദർ ആന്റണി എത്തക്കാട്, പ്രോട്ടോസിഞ്ചിലസ് ഓഫ് ആർച്ച് ഡയോസിസ് ഓഫ് ചങ്ങനാശ്ശേരി. ഞാൻ സുസ്മേരവദനായിട്ട് അടുത്തിരിക്കുന്ന നമ്മുടെ രാജേഷ് പിള്ളയെ നിങ്ങളൊക്കെ കഴിഞ്ഞ ജൂലൈയിലാണ് തോന്നുന്നു പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ നല്ല നമ്മുടെ ചങ്ങനാശ്ശേരിക്കാരൻ, പുഴവാതുകാരൻ, ICC അമ്പയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അന്ന് കെനിയ നൈജീരിയ മാച്ച്, ഡെബ്യൂ മാച്ച് അതായിരുന്നു, അതിലാണ് അമ്പയറിംഗ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരിക്കാരൻ എന്ന നിലയിൽ നമുക്ക് തികച്ചും അഭിമാനിക്കാവുന്ന ഒരാളാണ്. അത് മാത്രമല്ല അങ്ങേരെ കുറിച്ച് പറയാനുള്ളത്, അതുകൊണ്ടല്ല അങ്ങേര് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കാരണം അങ്ങേര് ഈ സാമൂഹിക രംഗത്തും ഈ കാരുണ്യ പ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ വളരെ താല്പര്യമുള്ള ഒരാളും കൂടെ ആയതുകൊണ്ടാണ്. നമ്മുടെ ജിജി ഓവേലിയുടെ ഒരു സുഹൃത്തായതാണ്. അപ്പം അങ്ങനെ ഒരു താല്പര്യമുള്ള ഒരാളായതുകൊണ്ടാണ് നമ്മുടെ ഈ എളിയ പരിപാടിക്ക് ഇവിടെ എത്തിയിട്ടുള്ളത്.
അങ്ങേരെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഹാർദവമായി ഈ പരിപാടിയിൽ സ്വാഗതം. എനിക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ ജെയിംസ് സാറാണ്. ജെയിംസ് സാർ വളരെ നേരത്തെ തന്നെ ഇവിടെ വന്ന് നമ്മുടെ ഈ പരിപാടിയിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നതാണ്. ജെയിംസ് സാർ നമ്മുടെ ഏത് പരിപാടിക്ക് വിളിച്ചാലും നമ്മളോട് ഇത്ര വളരെയധികം സഹകരിക്കുന്ന ഒരാളാണ്. നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയാത്തത്. നമ്മുടെ പ്രിൻസിപ്പൾ ആണല്ലോ കുർബാന സ്കൂളിൻ്റെ, അതെല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയാത്തത്. പിന്നെ ജെയിംസ് സാറിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, അദ്ദേഹം ഈ സംഘടനാ രംഗത്തൊക്കെ നമ്മുടെ KCSL പ്രസിഡന്റായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. തികഞ്ഞ ഒരു വാഗ്മിയാണ്. അപ്പം നമ്മുടെ സ്കൂളിനെ വളരെ ഭംഗിയായിട്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു ആളാണ്. അപ്പം ജെയിംസ് സാറിനെ നമുക്ക് ഇതിലൊക്കെ ഏറ്റവും താല്പര്യം എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയുടെ ഏതൊരു കാര്യത്തിൽ വിളിച്ചാലും വളരെ അതിനകത്ത് താല്പര്യം കാണിക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ജെയിംസ് സാറിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വളരെ ആദരവോടെ ഞാൻ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കും. ഇനിയും എനിക്ക് ക്ഷണിക്കാനുള്ളത് നമ്മുടെ വന്യ ഗുരുനാഥൻ, നിങ്ങളുടെയൊക്കെ വന്യ ഗുരുനാഥൻ നമ്മുടെ M.A. മാത്യു സാറാണ്. M.A. മാത്യു സാറ് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അത് കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. പിന്നെ സന്തോഷിൻ്റെ സാറിൻ്റെ ക്ലാസ്സുകൾ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഇവിടെ കൊയ്പ്പള്ളി ആ വാക്ക് വെടില ഒമ്പളം കേട്ടാ, അതൊക്കെ ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സാർ ആ ക്ലാസ് നിറഞ്ഞു നിന്ന ഓടി നടന്ന് ക്ലാസ് എടുത്തതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ ഞാൻ ആ വാക്ക് ഓർക്കുന്നത് ഇപ്പോഴും. സാർ അതുപോലെ സ്ട്രെസ് ചെയ്ത് പല പ്രാവശ്യം ഉരുവിട്ട് പല ക്ലാസ്സുകളിൽ ഇങ്ങനെ പഠിച്ചത് കൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ആ വാക്കൊക്കെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. അപ്പം സാറിനെ വളരെയധികം സ്നേഹാദരങ്ങളോടുകൂടി ഞാൻ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ഇനിയും നമ്മുടെ പ്രസിഡന്റ് രാജുവാണ്, പ്രത്യേകം ക്ഷണിക്കേണ്ടതില്ല. എന്തെങ്കിലും നമ്മുടെ കുടുംബാംഗം തന്നെയാണ്. ഔദ്യോഗികയുടെ പേരിൽ ഞാൻ രാജുവിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ഇനിയും നമുക്ക് ക്ഷണിക്കാനുള്ളത് മാതൃ സാറിനെയാണ്. മാതൃ സാറിനെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തുന്ന അധിക പ്രസംഗമായി പോകുന്നതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർ ഏറ്റവും സുപരിചിതനായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. മാതൃ സാറിനെയും ഞാൻ ഈ ചടങ്ങിലേക്ക് പ്രത്യേകമായി ഹാർദവമായിട്ട് ക്ഷണിക്കും. ഇനിയും ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ നിങ്ങളെ ഈ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള നമ്മുടെ അംഗങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങളാണ്. ഇവരൊക്കെയാണ് നമ്മുടെ ഈ ചടങ്ങിനെ വിജയകരമായി തീർക്കുന്നത്. അപ്പം ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരും, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവരും, അവരുടെ മെമ്പർമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ സമയം മാറ്റിവെച്ച് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളതാണ്. അവരെ എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ്. നമസ്കാരം. എൻ്റെ കർത്തവ്യം റിപ്പോർട്ട്, കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വായിക്കുക എന്നുള്ളതാണ്. ശരിക്കും വായിക്കേണ്ടത് നമ്മുടെ സിവിച്ചൻ PJ ആയിരുന്നു. അദ്ദേഹം താൽക്കാലികമായിട്ട് വിദേശത്തേക്ക് യാത്രയായതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. നമ്മുടെ ഫോർമൽ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ 3ാം കുടുംബ സംഗമവും കലാവിരുന്നും കുറുമ്പനാടൻ കീർത്തി ഓഡിറ്റോറിയത്തിൽ 2024 ജനുവരി 4 വൈകുന്നേരം 6 പ്രത്യാശ ചാരിറ്റി ട്രസ്റ്റ് ഡയറക്ടർ റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിയും തൃക്കുടിത്താൻ പ്രധാന വികാരിയുമായ റവറൻഡ് ഫാദർ ആന്റണി എത്തക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. കുറുമ്പനാടൻ പ്രധാന വികാരി റവറൻഡ് ഫാദർ ജോവി പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മാടപ്പള്ളി ബ്ലോക്ക് മെമ്പർ ശ്രീമതി സൈന തോമസ് എത്തക്കാട് അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ വിവാഹത്തിന്റെ 30ാമത് വാർഷികം ആഘോഷിച്ചവരെ ആദരിച്ചു. പഠനത്തിൽ മികവ് പുലർത്തിയ കുടുംബാംഗങ്ങളായ അബാൻ സാബു, ഡോക്ടർ അഞ്ജന ജിജിൻ, MBBS MD എന്നിവർക്ക് പ്രത്യേക ഉപഹാരങ്ങൾ നൽകി. പ്രത്യാശ ചാരിറ്റി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന നിരവധിയായ ജീവകാരുണ്യ പദ്ധതികളെ പരിഗണിച്ച് ഡയറക്ടർ റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരിയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. സമ്മേളനത്തിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സെന്റ് പീറ്റേഴ്സ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾക്കായി നടത്തുന്ന ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്റർ പ്രവർത്തനങ്ങൾ വിപുലമായി
സമ്മാനിച്ചു. സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ജെയിംസ് കെ മാളിയക്കൽ, ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീ ഷൈലാജ് വർഗീസ്, ശ്രീ തോമസ് ആന്റണി കാട്ടൂന്നൽ, ശ്രീ ജിജി ഓവേലി, ശ്രീ സിബിച്ചൻ പ്രാക്കുഴി, ശ്രീ കെ സി ജോർജുകുട്ടി കിഴക്കേവീട്, ശ്രീ തോമസ് ജെ മാന്ദ്ര, ശ്രീ മോൻ കാലായി, ശ്രീ ബാബു കോയിപ്പള്ളി, ശ്രീ സാജു പി സി പഴയച്ചിറ എന്നിവർ പ്രസംഗിച്ചു. ജിജി ഓവേലിൽ, മോൻ കാലായി എന്നിവർ സ്പോൺസർ ചെയ്ത സ്നേഹവിരുന്നോടെ യോഗം സമാപിച്ചു. നമ്മുടെ 2022 ആദ്യ യോഗ തീരുമാനപ്രകാരം ആരംഭിച്ച സ്റ്റുഡൻസ് കൗൺസിലിംഗ് സെന്റർ വളരെ കാര്യക്ഷമമായി നടന്നു വരുന്നു. നിലവിൽ സെന്റ് പീറ്റേഴ്സ് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും ആയി 2 കൗൺസിലിംഗ് സെന്ററുകൾ പ്രവർത്തിക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരുടെ ദേഹവിയോഗത്തിൽ അവരുടെ കുടുംബങ്ങളിലെത്തി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സാമ്പത്തികമായും ആരോഗ്യപരമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ വീടുകളിൽ സാമ്പത്തിക സഹായം എത്തിക്കുവാനും നമുക്ക് സാധിച്ചു. നമുക്ക് വിശിഷ്ട അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീ രാജേഷ് പിള്ളയാണ്. അദ്ദേഹം 125-ലധികം രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ 100-ലധികം എയർലൈൻസിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ അദ്ദേഹം ഈ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ അമ്പയർ ആയിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുകയും പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിലെ പല ക്ലബ്ബുകളിലും അദ്ദേഹത്തിന്റെ നിറ സാന്നിധ്യമുണ്ട്. സർഗക്ഷേത്ര, ഇവൻ ഈ വില്ലേജ് ക്ലബ്ബ്, ഇവിടെ തന്നെ ഞങ്ങൾ ഷട്ടിൽ ബാഡ്മിന്റൺ ഓൾ കേരള ടൂർണമെന്റ് ഇവിടെ വയ്ക്കാറുണ്ട്. ഈ ഒരു ക്ലബിന്റെ സെക്രട്ടറി കൂടിയാണ് ഞാൻ. ആ അവസരത്തിൽ അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും അദ്ദേഹം ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയ ഒരു സ്വർണാവസരമാണ്. അതുപോലെ തന്നെ ട്രാവലിംഗ്, യാത്ര ചെയ്യാനായിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തെ ഇന്ന് നമുക്ക് കിട്ടിയ വിശിഷ്ട അതിഥിയാണ്. ഈ നമ്മുടെ യോഗം ഉദ്ഘാടന പ്രസംഗത്തിനുമായിട്ട് ശ്രീ രാജേഷ് പിള്ളയെ ഹാർദവമായി ക്ഷണിക്കുക. നമസ്കാരം എല്ലാവർക്കും. 81-82 ബാച്ച് എന്ന് പറഞ്ഞാൽ 58 to 62 ഇയേഴ്സ് ആയിരിക്കണം അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ പ്രാസംഗികനൊന്നുമല്ല, അതുകൊണ്ട് ഒന്നും സ്ട്രെച്ചറായിട്ടൊന്നും അല്ലായിരിക്കും. നിങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ, ക്രിക്കറ്റിനെ പറ്റി പല കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ടായിരിക്കും, അത് ചോദിക്കാം. ഞാൻ 2 കാര്യങ്ങൾ പറയാം. ഒന്ന് യാത്രയെ പറ്റി, മറ്റേത് ക്രിക്കറ്റിനെ പറ്റിയാണ്. ക്രിക്കറ്റിനെ പറ്റി തുടങ്ങും. ഇതിൽ പല ആൾക്കാരും നമ്മുടെ ബ്ലഡിലുള്ളതാണ് ക്രിക്കറ്റ്. പല ആൾക്കാരും ഫുട്ബോളായിരിക്കും, ക്രിക്കറ്റ് ആയിരിക്കും. ഞാൻ ഈ ഒരു ക്രിക്കറ്റ് ജീവിതത്തിലേക്ക് വന്നതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം. 10ാം ക്ലാസ് വരെ വീട്ടിൽ നിന്ന് വെളിയിൽ വിടത്തില്ലായിരുന്നു. ക്രിക്കറ്റ് കളിക്കാനും വേറെ ഗെയിംസിനൊന്നും വിടത്തില്ലായിരുന്നു. അച്ഛൻ വെളിയിലായിരുന്നു. ഗൾഫിലെ ഫാദർ ആകുമ്പോഴേക്കും നമ്മുടെ കുട്ടികൾ അവിടെ ഇവിടെയും സീറ്റ് വലിച്ച് വെള്ളമൊഴിച്ച് പോകുന്നുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് വെളിയിൽ വിടത്തില്ലായിരുന്നു. അങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു തുടക്കം. നമ്മളെ വിടാതിരുന്ന ടി വിയിൽ ക്രിക്കറ്റ് കളി കാണുമായിരുന്നു. അതാണ് എൻ്റെ ഒരു തുടക്കം. അപ്പം ഭയങ്കര പാഷനാണ്. ക്രിക്കറ്റ് കാണണം, കളിക്കണം. ബെൻസൺ ഹെഡ്ജസ് 84 നടന്ന സമയത്തൊക്കെ ഭയങ്കര പാഷനായിട്ട് എങ്ങനെയെങ്കിലും ഈ സംഭവത്തിലോട്ടൊന്ന് വരണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രീ ഡിഗ്രി ആയപ്പോഴേക്കും ട്യൂഷന് പോകാമെന്ന് പറഞ്ഞ് അതൊക്കെ കളിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയി. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പോയപ്പോൾ 2 വർഷം കൊണ്ട് കുറച്ച് നല്ലപോലെ ക്രിക്കറ്റിൽ ആക്റ്റീവായിരുന്നു. അത് എഞ്ചിനീയറിംഗ് പോയ സമയത്താണ്, ഫസ്റ്റ് ഇയറിൽ ചെന്ന സമയത്ത് കോളേജ് ടീമിൻ്റെ സെലക്ഷൻ വന്നു. ആദ്യത്തെ 3 ബോൾ എറിഞ്ഞു. 3 ബോളിലും യോർക്കർ എറിഞ്ഞ് വിക്കറ്റ് എടുത്ത് കോളേജ് ടീമിൽ കയറാൻ പറ്റി ആദ്യത്തെ വർഷം. അങ്ങനെയാണ് ക്രിക്കറ്റിലോട്ട് ആദ്യം എത്തുന്നത്. ആദ്യത്തെ വർഷം കഴിഞ്ഞു. പഠിക്കാൻ കുറേയുണ്ട്. അക്കാഡമിക്കലി കുറച്ച് ആക്റ്റീവായിരുന്നു. അതുകൊണ്ട് പഠിക്കാൻ കുറേ ഉള്ളതുകൊണ്ട് സെക്കൻഡ് ഇയർ ആയപ്പോൾ കുറച്ചൊന്ന് ബാക്കൗട്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ സമയമില്ല, ട്രെയിനിങ്ങിന് പോകണം, കോച്ചിങ് ഉണ്ട്. സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും എന്നാൽ ക്രിക്കറ്റിൽ ആക്റ്റീവ് ആയിരിക്കണം എന്നുള്ള ഇതിൽ പതുക്കെ പോയി അമ്പയറിങ് തുടങ്ങി. അങ്ങനെയാണ് തുടക്കം വരുന്നത്. അപ്പം ഫീൽഡിൽ നമ്മൾ ആക്റ്റീവായിട്ട് വന്നു. പിന്നെയുള്ള ജീവിതത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ പറ്റാത്ത സമയത്തെല്ലാം ഫീൽഡിലായിരിക്കണം എന്നുള്ളൊരു ഇത് മോഹം കൊണ്ട് നമ്മൾ അമ്പയറിങ് ചെയ്ത് അതിൻ്റെ ലോസ് പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു പാഷൻ, ഇതെല്ലാം നമ്മുടെ ഈ ഒരു ഏജ്, ഞാൻ 51 ആണ്, എനിക്കറിയാം 58 to 62 ആണ്. ഈ പാഷൻ നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും നല്ലതാണ്. പാഷൻ വിൽ ടേക്ക് us to ലോങ് വേ. അപ്പം ആ ഒരു പാഷൻ ചില ആൾക്കാർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ചില ആൾക്കാർക്ക് പറ്റുന്നില്ല. പക്ഷേ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങൾ വീട്ടിലുള്ള ഇമ്പാക്ട്, സ്മോൾ തിങ്സ് വിത്ത് ബിഗ് ഇമ്പാക്ട്. ഞാനിപ്പോൾ ആരോട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പം ഇന്ന് ഇവിടെ വരാൻ പറ്റാത്ത ചില കൂട്ടുകാരുണ്ടായിരിക്കണം.
അവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടുകളായിരിക്കും, ചിലപ്പോൾ ആരോഗ്യ പ്രശ്നമായിരിക്കും. ഇവിടെ നിന്നുള്ള ഒരു 4-5 പേര് അവർ പുള്ളിയെ പോയി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരുടെ ഒരു ഇമ്പാക്റ്റ് വളരെ ആയിരിക്കും. സ്മോൾ തിങ്സ് വിത്ത് ബിഗ് ഇമ്പാക്റ്റ്. ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഈ ഒരു ഔട്ട്ലുക്ക് നോക്കിയാൽ മുന്നോട്ട് പോകുന്ന വർഷം കുട്ടികളൊന്നും ഇവിടെ കാണില്ല, കൊച്ചുമക്കൾ ഇവിടെ കാണില്ല. അപ്പം എന്താണ് വേണ്ടത് വെച്ചാൽ ഈ ഒരു സംഗമം 81-82 ബാച്ചിലെ ഈ ഒരു സംഗമങ്ങളൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചറായിട്ടുള്ളത്. നമ്മളിപ്പം ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ മുതലായിരിക്കും അടുത്ത വർഷത്തെ ആനുവൽ മീറ്റിംഗ് നടക്കാൻ പോകുന്നത് ഈ ജനുവരി ഫസ്റ്റ് വീക്കാണുള്ളത്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഇത്, അങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ബാക്ക് ടു ക്രിക്കറ്റ് വന്നു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ബോംബെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയ ചെറിയ മാച്ചസ് ഒക്കെ പോയി കളിക്കുമായിരുന്നു, അമ്പയർ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് വെളിയിൽ പോകുന്നത് ഇസ്രയേലിലാണ്. 1999 ഇസ്രയേലിൽ പോകുന്നത്. അത് കഴിഞ്ഞിപ്പം 124 രാജ്യങ്ങളായി. ഞാൻ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പറയാം, ഈ ട്രാവലിങ്ങിൻ്റെ കൂടെ 124 രാജ്യങ്ങൾ ഇപ്പോൾ പോയിട്ടുണ്ട്. ടാർഗറ്റ് ഒരു 100 രാജ്യമായിരുന്നു. നമ്മൾ ചങ്ങനാശ്ശേരിക്കാർക്ക് ചെറിയ രാജ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് ഫ്ലൈറ്റിൽ കയറി നടക്കണമെന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ സാധിച്ചു, ദൈവം സഹായിച്ച്. കൂട്ടുകാരുടെയും വീട്ടുകാരുടെ സപ്പോർട്ടും എല്ലാം കൊണ്ട് നമ്മളത് സാധിച്ചെടുത്താണ്. കമ്മിങ് ബാക്ക് ക്രിക്കറ്റിൻ്റെ ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്കും UK ജോലി കിട്ടി. ഇസ്രായേലിൽ കഴിഞ്ഞിട്ട് ടർക്കി ജോലി ചെയ്തു. ടർക്കി ചെയ്തപ്പോൾ അവിടെ ക്രിക്കറ്റ് കളിയില്ല, ഫുട്ബോളേ ഉള്ളൂ. അപ്പോൾ ഈ ഫുട്ബോൾ കളി കാണുമായിരുന്നു. കളിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. ചെറിയ ചെറിയ ക്ലബിലൊക്കെ ചുമ്മാ പോയി കളിക്കുമായിരുന്നു. സമയമുള്ള ഇതിൽ വളരെ ആക്റ്റീവായിട്ടില്ലായിരുന്നു, എന്നാലും പോകുമായിരുന്നു. UK വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ അമ്പയറിംഗ് കുറച്ചുകൂടി സീരിയസ് ആയി. 2000 സീരിയസ് ആയിട്ട് അമ്പയറിംഗിലോട്ട് വന്നത്. 8 വർഷം UK ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ബർമിംഗ്ഹാമിലാണ് താമസിച്ചത് UK. അപ്പോൾ അവിടെ ഓപ്പർച്യൂണിറ്റീസ് വന്നു. ഒരു ക്ലബിൽ കളിക്കുന്നതിന് ചില സമയത്ത് നമ്മൾ ടീമിൽ എടുക്കാത്ത സമയത്ത് അമ്പയർ. അപ്പം നമുക്ക് എൻ്റെ ഒരു പാഷൻ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് നമ്മുടെ കണ്ണിന് ഫ്രണ്ടിൽ കാണുക. ഇതിൽ ഈ അമ്പയറിംഗ് ചെയ്യുന്നതിനേക്കാളും വേറെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. അപ്പം ഇത് UK വന്നിട്ട് പിന്നെ അവസാനം അത് കഴിഞ്ഞ് വന്നപ്പോൾ തായ്ലാൻഡിലുണ്ടായിരുന്നു. 5 വർഷം തായ്ലാൻഡിൽ ആക്റ്റീവായിരുന്നു, അമ്പയറിംഗ് ചെയ്ത്. പിന്നെ ഒരു 6 വർഷം ഇപ്പോൾ UK പോയിട്ട് 3 മാസമേ ഉള്ളൂ. അതിന് മുമ്പായിട്ട് 6 വർഷം നൈജീരിയയിലുണ്ടായിരുന്നു. നൈജീരിയയിലാണ് ക്രിക്കറ്റ് ആക്റ്റീവായത്. ICCയിലോട്ട് വരുന്ന ഒരു ഇത്. അപ്പം എനിക്കൊരു 18 to 19 years എക്സ്പീരിയൻസ് ഉണ്ട് ഈ അമ്പയറിംഗ് ഫീൽഡിൽ. ഇതിനകത്ത് പല എക്സാംസ് എഴുതിയാലേ നമുക്ക് ഈ ഒരു കടമ്പയിലോട്ട് ICCയിലോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സൗത്ത് ആഫ്രിക്കയുടെ ലെവൽ 3 അമ്പയറാണ്. അപ്പോൾ ലെവൽ 1 എക്സാംസ് ഉണ്ട്, ലെവൽ 2 എക്സാംസ് ഉണ്ട്, ലെവൽ 3 എക്സാംസ് ഉണ്ട്. അപ്പോൾ ലെവൽ 3 ആണ്. അപ്പം ഇനി അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ നാഷണൽ പാനലിൽ വരാം. പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ ലെവൽ 3 വന്നതിന് പിന്നെ നൈജീരിയയുടെ നാഷണൽ പാനലിൽ ഞാനെത്തി. അങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ മാച്ച് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങളൊരു 6 പേരെ റെക്കമെൻഡ് ചെയ്തു. അതിലൊരാളായിരുന്നു. അപ്പം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം മുതൽ ഈ 6 പേരുടെ അലൊക്കേഷൻ വരുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെയാണ് ജൂലൈയിൽ കെന്യ വേഴ്സസ് നൈജീരിയയുടെ മാച്ച് ബൈലാറ്ററൽ സീരീസ് T20 ചെയ്യുന്നത്. 2024 9 രാജ്യങ്ങളിൽ അമ്പയർ ചെയ്യാൻ പോയി, പല ഫോർമാറ്റിൽ. ഇപ്പം T10 ആണ് ഇപ്പം കുറച്ച് ഫേമസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. T10 ടൂർണമെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച തായ്ലാൻഡിലുണ്ടായിരുന്നു ടൂർണമെൻറ്റ്. അപ്പം ഈ വർഷം തായ്ലാൻഡിലുണ്ടായിരുന്നു, സൗത്ത് ആഫ്രിക്ക ചെയ്തു, നെതർലാൻഡ്സ് ചെയ്തു, UK ഓഫ് കോഴ്സ് ചെയ്തു, നൈജീരിയയിലുണ്ടായിരുന്നു, ഇന്ത്യയിൽ 2-3 മാച്ച് ചെയ്തു. ഡിസ്ട്രിക്ട് ലെവലിലുള്ളൂ, വേറെ ഒന്നും ചെയ്യാനായിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കെന്യയിലുണ്ടായിരുന്നു, ടാൻസാനിയ ചെയ്തു. അപ്പോൾ അങ്ങനെ പല രാജ്യങ്ങളിൽ ഈ വർഷം തന്നെ അമ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള വാഷ്റൂം വരുന്നുണ്ട്, അത് അവരോട് ഇൻട്രാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി. ചെന്ന് കഴിയുമ്പോൾ 1.5 മണിക്കൂർ മുമ്പ് ചെല്ലുമ്പോൾ നമ്മുടെ ഫോൺ മേടിച്ച് വെക്കും. അത് നമ്മുടെ മാച്ച് റെഫറിയുടെ കൈ കൊടുക്കുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് പേപ്പർ വർക്ക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മാച്ച് തുടങ്ങുന്നത്. തുടങ്ങി കഴിഞ്ഞ് നമ്മൾ പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്തപ്പോൾ ഈ അമ്പയർ ജീവിതത്തിൽ ഒത്തിരി ആൾക്കാർ വിട്ടുപോകുന്നുണ്ട്. ഇതിനകത്ത് ഒത്തിരി ഐസൊലേഷൻ വരും. ഇപ്പം നമ്മുടെ അതിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റിസുമാർ അവർ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവരുടെ ഡിസിഷൻസിനെ ഇമ്പാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി. അതുപോലെ ഇതിനകത്തും വരുമ്പോഴും കുറേ കാര്യങ്ങൾ നമ്മൾ കെയർഫുള്ളായി. ഗ്രാൻഡ് പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരിക, അവരുടെ പാഷൻസ് എന്താണെന്ന് നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ അവരിലൂടെ കാണുക.
അതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ അത് ആ ടൈമുകൾ കുട്ടികളെ ഡെവലപ്പ് ചെയ്യാനും സ്പെൻഡ് ചെയ്യാനായിട്ടും ഇത് ചെയ്യുക. ക്രിക്കറ്റ് അല്ലായിരിക്കും അവരുടെ പാഷൻ, ചിലപ്പോൾ വരയ്ക്കുന്നതായിരിക്കും, ചിലപ്പം വേറെ വല്ല സ്പോർട്സ് സൈക്ലിംഗ് ആയിരിക്കും. ആ പാഷൻസ് അവരുടെ എക്സ്പ്ലോർ ചെയ്യുക. എപ്പോഴും നമ്മൾ നോക്കിയാൽ ഗ്രാൻഡ് പേരൻസ് ആയിരിക്കും ഗ്രാൻഡ് ചിൽഡ്രൻ്റെ എന്ന് പറഞ്ഞാൽ ഗോഡ് ഫാദേഴ്സായിട്ട് വരുന്നത്. യാത്രകളിൽ പല അനുഭവങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്, വളരെ US-ലും ഒന്നും പോകണ്ട. നമ്മുടെ ചങ്ങനാശ്ശേരി അല്ലെങ്കിൽ എന്താ കുട്ടനാട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് എൻജോയ്, അതിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല കാനഡയിൽ പോയി കാനഡ കാണണം എന്നുള്ളത്. TV കാണാൻ പറ്റും, TV-യിൽ ഇത് ചെയ്യുക. പക്ഷേ നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങൾ പറ്റുന്ന സമയത്ത് ഫാമിലി ഈ ഗെറ്റ് ടുഗദർ നിങ്ങൾ ഒരു ബോട്ട് ഹൗസ് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേറെ ഇതാണ്. ഒരുമിച്ച് ട്രാവൽ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണ്. പിന്നെയുള്ള ലിമിറ്റേഷൻസ് പലതുണ്ടാവും, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ഇതിനകത്ത് പാഷൻ ഉണ്ടായിരിക്കണം, പെർസിവിയറൻസ് ഉണ്ടായിരിക്കണം. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ ഒത്തിരിയും ഇത് ചെയ്യാം. ഞാനൊരു ഇത്രയും യാത്രയുടെ കൂടെ ഉള്ള ഫോട്ടോഗ്രാഫി, ഇത്രയും രാജ്യങ്ങളുടെ ഫോട്ടോഗ്രാഫി വീഡിയോസ് എടുത്ത് വെക്കും. എന്നിട്ട് ലോക്കൽ ലൈഫാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുക. എന്ന് പറഞ്ഞാൽ നോർമലി പോകുന്ന വില്ലേജുകളിലാണ് പോവുക. വില്ലേജുകളിൽ പോയിട്ട് ആരുടെയെങ്കിലും വീടിൻ്റെ ഡോറ് മുട്ടുക, തുറക്കുക, 1 കിലോ ഫ്രൂട്ട്സ് കൊടുക്കുക, അവിടെ ചെന്ന് അവരോട് വർത്തമാനം പറയുക. മിക്കവാറും അടുക്കളയിൽ ആക്സസ് കിട്ടും. അടുക്കളയിൽ കയറുക, കപ്പയുണ്ടാവും അല്ലെങ്കിൽ കാച്ചിലുണ്ടാവും. ആഫ്രിക്കയിലൊക്കെ ആണെങ്കിൽ അവരോട് കുറേ നേരം സംസാരിക്കുക, 1 അരമണിക്കൂർ. ഒത്തിരിയും കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നമ്മളൊന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ മസിൽ പിടിച്ച് നമ്മൾ ജീവിക്കേണ്ടതൊന്നുമല്ല. അവരുടെ തീരെ പൂർവ്വമായിട്ടുള്ള ആൾക്കാർ അവർ സന്തോഷത്തോടെ ജീവിക്കുന്ന അനുഭവങ്ങളാണ് ഇതൊക്കെ. അപ്പം ഒത്തിരി കാര്യങ്ങൾ അവർ നമ്മളോട് പറയാൻ നോക്കും. ഈ 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട്. ഡ്രൈവർ ആയിരിക്കും, ചിലപ്പോൾ ട്രാൻസ്ലേറ്റർ, ചിലപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിയാം, ഡിപ്പെൻഡിങ് അപ്പോൺ കൺട്രി. ചില വീട്ടിൽ പോകുമ്പോൾ ചാണകം മെഴിയ വീടായിരിക്കും. അപ്പോൾ നമ്മളോട് അവർ പറയും ചാണകം മെഴിയൻ്റെ. അപ്പം നമ്മൾ തിരിച്ച് പറയുമല്ലോ, നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ വീടുകളൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്യാൻ നോക്കുക. അവർ ഫുഡ് തരുന്ന സമയത്ത് നമ്മൾ പറയുമോ, ചില കൂടെയുള്ള ആൾക്കാർ പറയും അത് നോ ഇറ്റ് ഈസ് നോട്ട് ഇത് എന്നൊക്കെ പറയും. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. അവർ സന്തോഷത്തോടെ തരുന്ന ഭക്ഷണം കഴിക്കുക, നമുക്കൊന്നും പറ്റത്തില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ലോക്കൽ ജീവിതം നമുക്ക് കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. അതിൽ നിന്ന് ഒത്തിരി ലൈഫ് ലെസൺ ഉണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ചെയ്യാൻ പറ്റും. ഒന്നുമില്ലാതെയുള്ള ആൾക്കാർ ജീവിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ദൈവം സഹായിച്ച് നല്ല ഫെസിലിറ്റീസൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ അറിയുന്നില്ല. നമ്മളെപ്പോഴും നോക്കുന്നത് മറ്റുള്ളവർ ഇതാണെന്നുള്ള, അങ്ങനെയല്ല നോക്കേണ്ടത്. ഈ യാത്രകളിൽ ഒത്തിരി ജീവിത കഥകളും ജീവിത അനുഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ ഒരു സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നോക്കുക. പാഷനെ ഉള്ള കുട്ടികളുടെ ഇതുണ്ടെങ്കിൽ കൊച്ചു കുട്ടികളെ, ഇപ്പം നിങ്ങളുടെയൊക്കെ ഗ്രാൻഡ് ചിൽഡ്രൻസ് അല്ലെങ്കിൽ കുട്ടികൾ, അവരെയൊക്കെ എൻകറേജ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങൾ, പല കാര്യങ്ങളും അവർക്ക് കാണാൻ പറ്റും. നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ അനുഭവിച്ചറിയുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഈ യാത്രയെപ്പറ്റി പറയാനാണ് കുറേ ഉണ്ട്. അതിനുള്ള സമയം നമുക്ക് ഈ സമയത്ത് പറ്റില്ല. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഈ യാത്രയിലും അമ്പയറിങ്ങിലും ഇത് ചുരുക്കുന്നു. എൻ്റെ ഒരു മെസ്സേജ് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോവുക, കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് കൊണ്ടുപോവുക. ഇത്രയും എല്ലാം പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഷോർട്ടൻ ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി ടു ഇൻവൈറ്റ് മീ ഹിയർ. ആൻഡ് എല്ലാവരെയും കണ്ടതിൽ സന്തോഷമുണ്ട്. മുന്നോട്ടും നിങ്ങൾ ഇങ്ങനത്തെ രീതിയിൽ ഈ ഐക്യത്തിൽ പോവുക. അതിന് ഓൾ ദ ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ഈ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രിയ രാജേഷ് പിള്ളയും നമ്മുടെ പ്രിയങ്കരനായ രാജേഷിനെയും ഈ സ്റ്റേജിലുള്ള വിശിഷ്ടാതിഥികളെയും നമ്മുടെ സംഘടനാ ട്രഷറർ ജോർജ് ടി.കെ.സിയെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
സഹപാഠികളെ, സുഹൃത്തുക്കളെ, നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പ്രസംഗം അതിനേക്കാൾ കൂടുതലായിട്ടും ഷെയറിങ് ആണ് നടക്കേണ്ടത്. ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ കൂടുമ്പോൾ എല്ലാവരും വന്ന് സംസാരിക്കണം. എല്ലാവരും വേദിയിലിരിക്കേണ്ട ആളുകളാണ്. സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചുപേർ ഇവിടെ ഇരിക്കുന്നത്, ഞങ്ങളിവിടെ ഇരിക്കുന്നു. അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ ഓരോരുത്തരും കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, നിങ്ങളുടെ കുടുംബം, മക്കൾ, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ വേർപിരിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിൻ്റെ ഒരു സങ്കടമുണ്ട്. നമ്മുടെ ക്ലാസ്മേറ്റ്സ് തന്നെ ഇവിടെ പറയുന്നു. ഇതെല്ലാം നമുക്ക് മനസ്സിൽ ഒത്തിരിയധികം ഫീലിങ്സും ഒത്തിരിയധികം ചിന്തകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഈ കൂട്ടായ്മ ഹൃദ്യമാകും, കുറച്ചുകൂടി ഇൻറ്റിമേറ്റ് ആകും, നമ്മുടെ ബന്ധങ്ങൾ മാറും. അതാണ് ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നത്. 3-4 വർഷങ്ങൾക്ക് മുമ്പ് മീഡിയ വില്ലേജിൽ നമ്മളിങ്ങനെ ഒന്ന് കൂടി. അപ്പോൾ നമുക്കുണ്ടായ ഒരു ആവേശം, നമ്മൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നവർ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 10-50 വർഷത്തിലധികമുള്ള ബന്ധമുണ്ട്. ആ തുടങ്ങിയ ബന്ധം, സ്കൂൾ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ബന്ധം എപ്പോഴും ഹൃദയത്തിൽ മനസ്സിലുണ്ട്. നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ വീണ്ടും അത് വളരുകയും ആഴപ്പെടുകയും ചെയ്യുന്നത്. അതാണ് എനിക്ക് അന്ന് അവിടെ തോന്നിയ ഒരു വലിയ അനുഭവം. ഞാനന്നവിടെ നിങ്ങളോട് പറഞ്ഞു, നമ്മളിങ്ങനെ കൂടുമ്പോൾ, ഓരോ വർഷവും കൂടുമ്പോൾ ഇവിടെ ആയുസ് 10 വർഷം കൂടും. നമ്മൾ 10 വർഷം ചെറുപ്പമാകും. കാരണം നമ്മുടെ ഓർമ്മകളാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ഈ ശരീരശാസ്ത്രം പഠിക്കുമ്പം ആളുകൾ പറയുന്നുണ്ട്, ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുണ്ട്. നമ്മളെ സന്തോഷിപ്പിക്കാൻ ചില ഹോർമോണുകൾ പ്രവർത്തിക്കണം. സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ ഈ ബ്രെയിൻ പ്രവർത്തിക്കും. ഈ ബ്രെയിനിൽ അപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ നമുക്ക് ആനന്ദവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ഹോർമോണുകളാണ്. ഇപ്പൊ ചില ആളുകൾ ലഹരി ഉപയോഗിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഹോർമോൺ ഡോപ്പമീൻ എന്ന് പറയുന്ന ഹോർമോൺ, അത് അവരെ സന്തോഷിപ്പിക്കും തൽക്കാലത്തേക്ക്. അതിനേക്കാൾ ലഹരി ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയ ശക്തമായ രീതിയിലുള്ള ഒരു മെക്കാനിസം നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത് സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ സൗഹൃദം നമ്മളെ ചെറുപ്പമുള്ളവരാക്കും, നമ്മളെ സന്തോഷിപ്പിക്കും, നമ്മുടെ ബ്രെയിനിൽ പുതിയ ഹോർമോൺ സൃഷ്ടിക്കും. അതുകൊണ്ട് ഇത് നിസ്സാരമായ കാര്യമല്ല. ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈ സംഗമം അത് ഗൗരവമായി തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ എല്ലാ വർഷവും ഇത് നടത്തണം. അതിന് റെലവൻസ് ഉണ്ട്, പ്രസക്തി ഉണ്ട്. പിന്നെ നമ്മുടെ ഈ സഹപാഠികളൊക്കെ, റോയിയൊക്കെ മരിച്ചു പോയതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ, റോയി നമ്മുടെ ഈ തുടങ്ങിയ സമയത്ത് സഹപാഠികൾ കോൺട്രിബ്യൂട്ട് ചെയ്താണ് നമ്മളിപ്പോൾ സെൻറ്റ് പീറ്റേഴ്സിനും ഒക്കെ കൗൺസിലിംഗ് കോഴ്സിനും വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ 10,000-20,000 രൂപ വെച്ച് സംഭാവനകൾ കൊടുത്ത് റോയിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് റോയി രോഗിയായിരുന്നു. എങ്കിലും നമ്മുടെ ക്ലാസ് ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു ഉത്തരവാദിത്വം, അതിനുള്ള സഹകരണം, ഒരു തലമുറയെ വളർത്തിയെടുക്കേണ്ടതിനുള്ള നമ്മുടെ ഒരു പ്രതിബദ്ധത, ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് സഹായിച്ച ആളുകൾ കടന്നു പോകുന്നു. അപ്പൊ നമ്മൾ ഇവരൊക്കെ കടന്നു പോകുന്നത് അപ്രത്യക്ഷമായി പോവുകയല്ല, ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ സഹപാഠികളുടെ പേരൻസ് ഒക്കെ മരിച്ചു പോയി കഴിഞ്ഞാലും അവരൊക്കെ ജീവിക്കുന്നവരാണ്, നമ്മുടെ കൂടെ ഉണ്ട്. അവരൊക്കെ നമ്മൾ മീറ്റിംഗ് കൂടുമ്പോഴും അവരെ കുറിച്ച് അനുസ്മരിച്ച് സംസാരിക്കുമ്പോഴും ഒക്കെ അവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ വിശുദ്ധരുടെ വലിയ കൂട്ടായ്മയിൽ പ്രവേശിച്ചിരിക്കുക. നമ്മളും ഒരു ദിവസം ഈ ലോകമെല്ലാം വിട്ട് പോകേണ്ടവരാണ്. അപ്പൊ നമുക്ക് അവിടെ ക്ലാസ്മേറ്റ്സ് ഗാദറിങ് കൂടാൻ പറ്റിയേക്കും. അപ്പൊ ഇവരാരും അന്ന് അപ്രത്യക്ഷമായി പോവുകയല്ല, സ്പേസിലേക്ക് പോയിരിക്കുകയല്ല, ഇവര് ജീവിച്ചിരിക്കുന്ന ഒരു നാട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവരുമായിട്ടുള്ളൊരു കൂട്ടായ്മ നമുക്കുണ്ടാകും. അപ്പൊ നമ്മുടെ വിശ്വാസം, കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് മരിച്ചവരും ജീവിച്ചിരിക്കുന്നതും തമ്മിലുള്ള ഒരു വലിയ ബന്ധമുണ്ട്. നമ്മളെല്ലാവരും വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കേണ്ടവരാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര നാൾ ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റും, എത്ര നാൾ ഈ സൗഹൃദം തുടരാൻ പറ്റും എന്നൊന്നും അറിയില്ല. നമ്മളെ ചെറിയ ആളുകൾ രോഗികളായിട്ടുണ്ട്, ചെറിയ ആളുകൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ബ്ലഡ് ടെസ്റ്റിനൊക്കെ പോയിട്ട് വലിയ പരിക്കില്ല, എങ്കിലും
നമുക്ക് പ്രായത്തിൻ്റെതായ ക്ഷീണമുണ്ട്, വയസ്സ് 58, 60 ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും നമ്മളെ ചെറുപ്പമുള്ളതാക്കി തീർക്കുന്നത് ഇതുപോലെയുള്ള സൗഹൃദങ്ങളാണ്. അപ്പോൾ അതിന് വലിയൊരു വിലയുണ്ട്, അത് കൊടുക്കണം എന്നാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ സ്വർഗം തുറന്നു വരുന്നൊരു അനുഭവം നമുക്കുണ്ടാകും. ഈ നമ്മുടെ നാട്ടുകാരനായ പൂവക്കാട്ട് കർദിനാളായതിനു ശേഷം റോമിൽ വെച്ച് 1-2 സ്വീകരണ സമ്മേളനം നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ എന്നെ ഒത്തിരിയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഈ പാവങ്ങളെ സഹായിക്കുകയും അപ്പോൾ ഈ പാവപ്പെട്ടവരുടെ കണ്ണുനീരിന് സ്വർഗം തുറക്കാനുള്ള ശക്തി ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് മാർപ്പാപ്പയുടെ ഒരു പ്രത്യേകമായ ഒരു ദൈവശാസ്ത്രമാണ്. മാർപ്പാപ്പ ഈ ലോക ജനതയോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് മാർപ്പാപ്പയുടെ കൂടെ നടന്ന് യാത്ര ചെയ്ത് കുഹക്കാട്ട് പിതാവും അത് സ്വാംശീകരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന നന്മകളുണ്ടല്ലോ, നമ്മൾ ഈ ബാച്ച് യാത്ര തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം, അതിനുവേണ്ടി നമുക്ക് ഉള്ളതുപോലെ സംഭാവന കൊടുക്കണം. നമുക്ക് ഏതാണ്ട് ഒരു 2 ആഴ്ച കൊണ്ട് 1.5 ലക്ഷം രൂപ ആളുകൾ സംഭാവനയായിട്ട് തന്നു, നമ്മുടെ ബാച്ചിലുള്ളവർ തന്നെ. അത് നമ്മൾ പാവങ്ങളെ സഹായിക്കുന്നു. നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ, രോഗികൾ, സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവരെ നമ്മൾ സഹായിക്കുന്നു. അപ്പോൾ സ്വർഗം തുറക്കും. ഈ സ്വർഗം തുറന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം നമ്മൾ അനുഭവിക്കും. കാരണം ഈ സ്വർഗം തുറന്ന് പാവപ്പെട്ടവരുടെ കണ്ണീര് കണ്ട് ദൈവം ഇറങ്ങി വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായിട്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ദൈവം അവരോട് സംസാരിക്കുന്ന അനുഭവം അവർക്കുണ്ടാവും. അതാ സ്വർഗം തുറക്കാന്ന് പറയുന്നത്. അപ്പൊ ഇത് വിശ്വസിച്ച് നമുക്ക് ജീവിക്കുവാനായിട്ടും കൊടുക്കുവാനായിട്ട് സാധിക്കും. അതിനകത്ത് ഒരു സംശയം നമുക്ക് തോന്നരുത്. ഈ നമ്മൾ സഹായിക്കുന്ന ആളുകളാണ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ കാത്തിരിക്കുന്നതെന്നും പറയാറുണ്ട്. നമ്മുടെ വിശുദ്ധന്മാരൊക്കെ പറയുന്നത് അങ്ങനെയാണ്. വിശുദ്ധ സെന്റ് ആന്റണീസ് നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥനാണ്. സെന്റ് ആന്റണീസിന്റെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം, നമ്മൾ സഹായിക്കുന്ന ഈ പാവപ്പെട്ടവര് നിത്യതയുടെ സർക്കാരിയിൽ നമുക്ക് വേണ്ടി കാവലിരിക്കുന്നവരാണെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മരിച്ച കർത്താവിന്റെ മക്കളിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഈ ലോകത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. നമ്മൾ ഒരാൾക്ക് സഹായം കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടി മറ്റുള്ളവർ എവിടെ നിന്നൊക്കെയോ സഹായങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതാണ് സഹായത്തിന്റെ ഒരു പ്രത്യേക ഫിലോസഫി എന്ന് പറയുന്നത്. നമ്മൾ ഒരാൾക്ക് സഹായിക്കുമ്പോൾ ദൈവം നമുക്കൊരാവശ്യം വരുമ്പോൾ സഹായിക്കാൻ നമ്മൾ കൊടുത്തവരായിരിക്കില്ല, മറ്റു പലരെയും അയക്കും. ഇതൊക്കെ ഈ ലോകത്തിൽ കാണാനും വിശ്വസിക്കാനും ചെയ്യുവാനും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലുണ്ടാകണം. പിന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്, ഈ കർദിനാളാകാൻ വേണ്ടി ഞാനൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ ജീവിതം വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ, സമർപ്പണ ബോധത്തോടെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ദൈവം നമ്മളെ പല രീതിയിലും ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇപ്പോൾ നമുക്കുണ്ടാകും. നമ്മളെ പല നിയോഗങ്ങളും ദൈവം ഏൽപ്പിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ വല്യമ്മമാരാണ്. നമ്മുടെ മക്കളൊക്കെ വളർന്ന് ഒരു നിലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ ഇപ്പം ഈ സമയത്ത് കുറച്ചുകൂടെ ശാന്തമായിട്ട് ജീവിതത്തെ കാണേണ്ടവരാണ്. ദൈവം നമ്മളെ പല വഴിയിലൂടെ നടത്തി എന്ന് വിശ്വസിക്കേണ്ടവരാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ജീവിതത്തെ കാണാനും ശാന്തമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഈ നമ്മുടെ രാജേഷ് ചെറുമ്പ പറഞ്ഞതുപോലെ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കണം, ഒരിക്കലും നെഗറ്റീവായിട്ട് ഇരിക്കരുത്. മാർപ്പാപ്പ പറയുന്നുണ്ട് നമ്മൾ പ്രത്യാശയുള്ളവരാകണം, പ്രത്യാശ ഒരിക്കലും നമ്മളെ നിരാശരാക്കത്തില്ല. അപ്പം ഇങ്ങനെയുള്ള സൗഹൃദങ്ങളൊക്കെ നമ്മളെ കൂടുതലും പ്രത്യാശയിലേക്ക് നയിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്ക് ഷെയറിങ്ങൊക്കെ നടത്തി സന്തോഷപൂർവ്വം സമയം ഇവിടെ ചെലവഴിക്കാം. ഞാനിപ്പോൾ പുതിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പഴയ ഓർമ്മകളൊക്കെ ഇടയ്ക്ക് ഞാൻ ഈ കോയിപ്പള്ളി ബാബുവൊക്കെ ആയിട്ട് അവരുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഷെയർ ചെയ്തു. ബാബുവൊക്കെ അന്ന് വലിയ പഠിപ്പിസ്റ്റായിരുന്നു. അപ്പോൾ എന്നോട് കൂടെയുള്ളവർ പറഞ്ഞത് 2ാം ക്ലാസ് വരെ ബാബു ഇല്ലായിട്ട് പഠിക്കത്തില്ലായിരുന്നു, അതിനുശേഷമാണ് അദ്ദേഹം പഠിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞത്. അപ്പോൾ ബാബുവൊക്കെ നന്നായിട്ട് ഞാനൊന്നും വലിയ പഠിത്തക്കാരൊന്നും ആയിരുന്നില്ല, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. സൗഹൃദവും തമാശയും കളിയിലും ഒക്കെ ആണെങ്കിൽ നടക്കുന്ന ഒരു കാലമായിരുന്നു.
പക്ഷേ ബാബു പറഞ്ഞത് ഞാൻ അച്ഛനായതിനു ശേഷം ഒത്തിരി മാറിപ്പോയി, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വലിയ വ്യത്യാസം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ചിലപ്പോൾ അന്ന് കാണുന്ന അവസ്ഥയിലായിരിക്കില്ല പിന്നീട് നമ്മളെ മറ്റുള്ളവർ കാണുന്നത്. നമ്മൾ പല രീതിയിൽ പല രംഗങ്ങളിലൂടെയൊക്കെ വളർന്ന് അങ്ങ് പോകാൻ ആയിട്ടുള്ള സാധ്യതകൾ ദൈവം ഒരുക്കിയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ദൈവം ഇത്രയും നാൾ നടത്തി ഇനി നടത്തുമെന്നുള്ള പ്രത്യാശ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.